പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊക്കെ ശരിക്കും വരയ്ക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സമയമുണ്ട്, ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്, സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരാളിനെ കിട്ടിയാലേ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റില്ല. ഏതെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കാണിച്ചിട്ട് അതിലൊരു വലിയ പ്രയോജനമായിട്ട് എനിക്കിപ്പോ ആ ക്ലാസ്സിൽ പോയപ്പോ അതാണ് തോന്നിയത്. ഇപ്പൊ പടം വരച്ച് എല്ലാരും നല്ലതെന്ന് പറയും, ടീച്ചറിന്റെ പ്രസൻസിൽ ഓരോ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും. വരച്ചു കഴിയുമ്പോൾ ടീച്ചറും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, അവിടെ ഇവിടെയൊക്കെ കുറച്ച്. അപ്പോൾ നമ്മള് ഫൈനലി കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് വലിയ ആർട്ടിസ്റ്റ് ആയെന്നൊരു തോന്നലുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ല. ആ ടീച്ചറിന്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ സാറിന്റെ ഇതൊന്നും അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഹസ്ബൻഡ് വളരെയധികം എന്നെ പുള്ളിയുടെ പടം വരച്ചു കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയണത്. അത്രയ്ക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിങ് ഒക്കെ പുള്ളിയുടെ കണ്ണിന് വളരെ പെർഫെക്റ്റ് എന്നാണ് ഇപ്പൊ പറയുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് നഴ്സറി LKG തൊട്ട് അങ്ങ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ലെവലിൽ സാറിന്റെ ക്ലാസ് പോകുന്നുണ്ട്. ഗ്രാജുവൽ സ്റ്റെപ്പിൽ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ വേറൊരു ക്ലാസ്സിൽ പോയപ്പോൾ മന്ത്ലി ഫീ ആണ്, അത് വീക്ക്ലി വൺസ് ആണ്. അപ്പൊ എത്ര കുറച്ച് സമയത്താണ് നമ്മൾ ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നത്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് അന്ന് സ്പെൻഡ് ചെയ്ത് അന്നേ സാറിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ. സാറിന്റെ ക്ലാസ്സിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ് തുടക്കത്തിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് അപ്പൊ നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യും. ബിഗിനിങ് തൊട്ട് സാർ അതിന് വളരെയധികം ഇങ്ങനെ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. നമസ്കാരം. നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഓൺലൈനിലൂടെ ആർട്ട് പഠിച്ചുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം രാജലക്ഷ്മി മാം ഉണ്ട്. അപ്പോൾ നമുക്ക് മാമിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ആർട്ടിലൂടെ എന്തൊക്കെ ആക്ഷൻ എടുത്തുകൊണ്ടാണ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. മാമിൻ്റെ ചിത്രങ്ങളെല്ലാം കാണാം. അപ്പോൾ മാം വെൽക്കം ചെയ്യുന്നു. ഞാൻ രാജലക്ഷ്മി, ട്രിവാൻഡ്രത്താണ് താമസം. ഇവിടെ തന്നെയാണ് ജോലിയൊക്കെ ചെയ്ത് ഇപ്പൊ ബാങ്ക് റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ ആസ്വദിക്കുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഡ്രോയിങ് പഠിക്കാന്ന് വിചാരിച്ചത്. അതെനിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രോയിങ്. പക്ഷെ അത്രയ്ക്ക് ശരിയാവോ എന്നൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയാണ് സാറിന്റെ ഇതിലോട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് കുറച്ചൊക്കെ വരയ്ക്കും, പക്ഷെ ശരിയാകുന്നില്ല, ആരെങ്കിലും നല്ല ആളെ കണ്ടുപിടിച്ച് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സാറിനെ കണ്ടുപിടിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ തന്നെ വളരെയധികം മുന്നോട്ട് പോയി ഡ്രോയിങ്ങിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹസ്ബൻഡും എൻ്റെ ഇതെല്ലാം വ്യൂ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പുള്ളിയും അത് തന്നെയാണ് പറയണത്. വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാറിന് ഫസ്റ്റ് ഒരു വലിയ താങ്ക്സ്. പിന്നെ വേറെ പടം ആദ്യമൊക്കെ ഞാൻ വരയ്ക്കുന്ന എനിക്ക് ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ പോലും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ലായിരുന്നു ചെയ്യുന്നത്. എനിക്ക് തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി കുറച്ച് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഒരു ലേസിനെസ് അങ്ങനത്തെ ഒരു ഇതൊന്നും വന്നിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാക്സിമം വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ഡ്രോയിങ്ങിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പണി കഴിഞ്ഞിട്ട് ഒരു കുറേ സമയം 11 to 1 o'clock വീണ്ടും അത് കഴിഞ്ഞ് രാത്രിയിലും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എൻ്റെ ഏജ് വെച്ചിട്ടായിരിക്കും കുറച്ച് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ രാത്രിയിലത്തെ വരെ ഞാൻ കുറച്ച് കുറയ്ക്കും. വേറെ വീഡിയോ കാണുക, സാറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ കണ്ടിരിക്കും. വരയ്ക്കുന്നത് ഇനിയും ഒരുപാട് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും എനിക്കൊരു ധൈര്യം വന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ എനിക്ക് വരയ്ക്കാൻ പറ്റും, ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, ഇനിയും എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു നല്ലൊരു കോൺഫിഡൻസ് വന്നു. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. സാറിന്റെ ക്ലാസ്സിൽ, സാറിന്റെ സൂം മീറ്റിങ്ങിലൊക്കെ കാണുമ്പോൾ തന്നെ അതൊക്കെ കണ്ടിട്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു, ഞാൻ ബേസിക്കലി ഒരു പെട്ടെന്ന് ഇങ്ങനെ നല്ലൊരു ലെവലിൽ എത്തുന്ന അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവം അല്ല എനിക്കുള്ളത്. എനിക്ക് ശരിയാവില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു. ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറി ഇപ്പൊ വളരെ ഇതായിട്ട് ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളൊരു ഇതിലാണ് ഓരോ ദിവസം. ഇന്ന് എന്ത് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും എടുക്കുന്നത്. കുറെയൊക്കെ പിൻട്രസ്റ്റിൽ നിന്നൊക്കെയാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് എൻ്റെ കുട്ടികളുടെ
പേരക്കുട്ടികളുടെ ഒക്കെ പടം വരയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അവർക്കത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവരും ഈ ഓരോ എൻ്റെ ഇമ്പ്രൂവ്മെന്റും ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മക്കൾ. അവർക്കൊക്കെ ഞാൻ വരച്ച പടമൊക്കെ അയക്കുമ്പോൾ അവർ അമ്മ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും, അമ്മ ഇത് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം, എന്നും വരയ്ക്കണം എന്നൊക്കെ അവരുടെ തന്നെ അഡ്വൈസ്. സാറ് പറയുന്ന പോലെ അവരും പറയും, അമ്മ വരയ്ക്ക്, ഇനിയും വരയ്ക്ക്, ഇതൊക്കെ ശരിയാനുണ്ട് കുറച്ച്, എന്നാലും ആരും കുറ്റം പറയില്ല അമ്മയുടെ പടം കണ്ടാൽ എന്നൊക്കെ പറഞ്ഞ് അവരും ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹസ്ബൻഡ് പറഞ്ഞോണം വളരെ സപ്പോർട്ടീവാണ്. എന്ത് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും എടുത്ത് വരയ്ക്കാനൊക്കെ പുള്ളി പെർമിറ്റ് ചെയ്യും. അങ്ങനത്തെ ഇതാണ്. വേറൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അതെ ആ ഒരു അതെ. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ഞാനിപ്പോ ഞാൻ VRS ഒക്കെ എടുത്തിട്ട് എനിക്ക് ഫാബ്രിക് പെയിന്റ്, ഞാൻ പറഞ്ഞ പെയിന്റിങ്ങിനോടൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഫാബ്രിക് പെയിന്റിങ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ലെവലിൽ നിന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയപ്പോ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും പ്രായമുള്ളവര് വരയ്ക്കുന്നുണ്ട്. അവര് ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആകുന്നെങ്കിലും അവരും വരയ്ക്കുന്നു, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാനും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഇരിക്കും അറിയാന്ന് വെച്ചിട്ട് ഓയിൽ പെയിന്റിങ്ങും അക്രിലിക്കും അവിടെ എല്ലാം പറഞ്ഞു തരാം. ആദ്യം ഫാബ്രിക് കുറച്ച് ചെയ്ത്, ആക്ച്വലി ഫാബ്രിക് പെയിന്റിങ് എനിക്ക് അത്രയ്ക്കൊരു, ഞാൻ അതിന് സാരിയിലൊക്കെ വരയ്ക്കാന്നല്ലാണ്ട് എനിക്ക് വേറെ ഒരു വലിയൊരു ഇത് തോന്നിയില്ല. അങ്ങനെയാണ് അക്രിലിക് പെയിന്റ് വരയ്ക്കാൻ തുടങ്ങി, അക്രിലിക്കും ഓയിലും. അപ്പോൾ ആദ്യമൊക്കെ അവര് ഗ്രിഡ് വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. പിന്നെ ചില പടം എനിക്ക് വരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഗ്രിഡ് ഇട്ട് വരച്ച് ശരിയാണ്ട് ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഓയിൽ പെയിന്റിങ് ഒക്കെ. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓയിൽ പെയിന്റിങ് അങ്ങനെ ചെയ്ത് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്നിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഞാൻ വരച്ചതല്ലല്ലോ, ഇങ്ങനെ സ്കെച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രിഡ് വെച്ചിട്ട് ഒരു പെർഫെക്ഷൻ വരുന്നില്ല. കൂടുതലും ലിപ്സിന്റെ ഇത്, കണ്ണിന്റെ ഇതൊക്കെ എനിക്ക് ഞാൻ വരയ്ക്കുമ്പോൾ ഒട്ടും ശരിയാകുന്നില്ല എന്ന് തോന്നി. അങ്ങനെ പിന്നെ ആയപ്പോഴാണ് കൊറോണ ഒക്കെ വന്നിട്ട് ആ ക്ലാസ് അങ്ങനെ പോകാൻ പറ്റാണ്ടായി. അപ്പൊ അവരുടെ ഓൺലൈൻ ക്ലാസ് എനിക്ക് അത്രയ്ക്ക് തുറന്നു പറയുന്നുണ്ട്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ അവർ വളരെ കുറച്ച് സമയമാണ് നമുക്കൊരു 1 hour ക്ലാസ്സിന് എനിക്ക് സ്പെയർ ചെയ്യുന്ന ഒരു 5 minutes ആയിരിക്കും. അതുകൊണ്ട് എനിക്കത് വലിയ പ്രയോജനമായിട്ട് തോന്നിയില്ല. എന്നിട്ടും ഞാൻ അപ്പൊ തുടങ്ങിയ ഒരു മ്യൂറൽ പെയിന്റിങ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ക്ലാസ്സിന് ഇരുന്നു. പിന്നെ ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്ത്. പിന്നെ ഞാൻ തനിയെ തന്നെ മ്യൂറൽ അവർ പറഞ്ഞു തന്നിട്ടുള്ള സ്കെച്ച് ചെയ്തിട്ട് കളർ ചെയ്യുക മ്യൂറലൊക്കെ. അങ്ങനെ അത് മ്യൂറൽ കുറച്ചൊക്കെ ചെയ്തു. ഇപ്പൊ മ്യൂറൽ വേറെ സ്കെച്ച് ഇടുന്നതുകൊണ്ട് വലിയ പെർഫെക്ഷന്റെ ആവശ്യമില്ല, കളറിന്റെ ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് കുറച്ചൊക്കെ വരച്ച് ഇപ്പൊ എൻ്റെ സിസ്റ്റേഴ്സിനും ഒക്കെ കൊടുത്തു, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ വേറെ ഒരു തഞ്ചാവൂർ പെയിന്റിങ്ങും, അതും അവരുടെ അവിടെ പോയി തന്നെയാണ് ഒരെണ്ണം ചെയ്ത് പഠിച്ചത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി താഞ്ചൂർ പെയിന്റിങ്ങും കുറച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗുരുവായൂർ ഒരു കൃഷ്ണന്റെ പടം കൊണ്ട് സമർപ്പിച്ചു എൻ്റെ ഒരു മനസ്സിന്റെ ഇതിന് വേണ്ടി. അതിന്റെ ഇടയ്ക്ക് അപ്പോഴാണ് സാറിന്റെ ക്ലാസ് എനിക്ക് കണ്ടുപിടിച്ചത് ഞാൻ സത്യം പറഞ്ഞു. പിന്നെ ഞാൻ അതെല്ലാം കംപ്ലീറ്റ് ഇപ്പൊ വിട്ടിരിക്കുക, ആ സൈഡിലോട്ടേ പോകുന്നില്ല. ഇതില് നല്ലതായിട്ടൊരു ഇത് വന്നിട്ട് ഇനി അക്രിലിക്കും ഓയിലും ഒക്കെ ചെയ്യണം. ഓയിൽ പെയിന്റിങ് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. അത് കുറച്ച് സമയം എടുത്താണെങ്കിലും അവസാനം അത് കഴിയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഉള്ള ഫീല് ഭയങ്കര ഇഷ്ടമാണ്. അതും ചെയ്യണമെന്നുണ്ട്. സാറിന്റെ തന്നെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുണ്ട് ഓയിൽ പെയിന്റിങ് ഒക്കെ. മലയാളത്തിലുള്ള കേരളത്തിലെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളിൽ പലരും ബേസിക്സ് മുതൽ പഠിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിസൾട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഭയങ്കര വാവുന്നൊരു ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഭൂരിഭാഗം ക്ലാസ്സുകളും പെട്ടെന്ന് ഒരു 3 ദിവസത്തെ ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ്, പെട്ടെന്നൊരു റിസൾട്ട് കൊടുക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടീച്ചർ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും വരയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ആ ടീച്ചർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ടീച്ചർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം. അതാണ് മെയിൻ പ്രശ്നം. എൻ്റെ ക്ലാസ്സിന്റെ സ്പെഷ്യാലിറ്റി അറിയാമല്ലോ, നമ്മൾ ബേസിക്സ് മുതലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിങ് ചിലപ്പോൾ സ്റ്റുഡൻസിന് തോന്നുമായിരിക്കും ഇത് സ്ലോ ആണല്ലോ, കുറച്ചുള്ളൂ എന്ന് തോന്നുമായിരിക്കും. പക്ഷേ കുറച്ചങ്ങ് പഠിച്ചെത്തുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താ തോന്നി? ബേസിക്സ് നിന്ന് പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ഉണ്ടായിരുന്നത്? എനിക്ക് അതായിരുന്നു ഇഷ്ടപ്പെട്ടത് സാറേ, സത്യം പറഞ്ഞ. എനിക്ക് ബേസിക് അറിഞ്ഞൂടാ, അവരവിടെ പോയി ഒന്ന് പഠിപ്പിക്കുന്നു, കുറച്ചിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രസൻസിൽ മാത്രമേ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ പിന്നെ തനിയെ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എപ്പോഴും എനിക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല.
ഇപ്പൊ സാറിന്റെ ക്ലാസ്സിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ് തുടക്കത്തിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണ പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് അപ്പൊ നമ്മൾ അതിൽ ഇമ്പ്രൂവ് ചെയ്യും. സിമെട്രിക് ഡ്രോയിങ് ഒക്കെ അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയി എനിക്ക്. എന്നുവെച്ചാല് ഞാൻ സാറ് പറഞ്ഞതിൽ അല്ലാതെ കുറെ കണ്ട് അങ്ങനെ വരച്ചു, രണ്ട് സൈഡും ഒരുപോലെ ആകുന്ന വിധത്തില്. അങ്ങനെ പിന്നെ ഷെയ്ഡിങ്ങിന്റെ ആദ്യത്തെ ലൈനായിട്ട് വരച്ചിട്ട് ഓരോന്നും ഓരോ ഇതും താഴെ തൊട്ട് തുടങ്ങി വരുന്നുണ്ട്. നമ്മളും അതുപോലെ ഇമ്പ്രൂവ് ആയി വരും. നമ്മൾ പിന്നെ പുറകോട്ട് ഒരിക്കലും പോവില്ല. ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇത് മാറിപ്പോവും. നമുക്ക് എങ്ങനെയായാലും വരച്ചെടുക്കാം എന്നുള്ള ആ ഒരു ഇത് ബിഗിനിങ് തൊട്ട് സാർ അതിന് വളരെയധികം ഇങ്ങനെ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. അത്ര ബേസിക് തൊട്ട് പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊക്കെ ശരിക്കും വരയ്ക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സമയമുണ്ട്, ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്, സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരാളിനെ കിട്ടിയാലേ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റില്ല. ഏതെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ കാണിച്ചിട്ട് അതിലൊരു വലിയ പ്രയോജനമായിട്ട് എനിക്കിപ്പോ ആ ക്ലാസ്സിൽ പോയപ്പോ അതാണ് തോന്നിയത്. ഇപ്പൊ പടം വരച്ചു എല്ലാരും നല്ലതെന്ന് പറയും, ടീച്ചറിന്റെ പ്രസൻസിൽ ഓരോ ഷെയ്ഡ് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും. വരച്ചു കഴിയുമ്പോൾ ടീച്ചറും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിയർ. അപ്പോൾ നമ്മള് ഫൈനലി കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് വലിയ ആർട്ടിസ്റ്റ് ആയെന്നൊരു തോന്നലുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ല. ആ ടീച്ചറിന്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ സാറിന്റെ ഇതൊന്നും അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഹസ്ബൻഡ് വളരെയധികം എന്നെ പുള്ളിയുടെ പടം വരച്ചു കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയണത്. അത്രയ്ക്ക് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിങ് ഒക്കെ പുള്ളിയുടെ കണ്ണിൽ വളരെ പെർഫെക്റ്റ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ വരച്ച ചിത്രങ്ങളൊന്ന് റിവ്യൂ ചെയ്യാം. സിറു അന്ന ടൈമിൽ വരച്ചത് അല്ലേ കോഴ്സിന്റെ അകത്ത്? അതെ ലൈൻസ് ഒക്കെ ഡാർക്ക് ആക്കി. അപ്പൊ എപ്പോഴാണ് കോഴ്സ് കാണുന്നത്? റെക്കോർഡ് വീഡിയോസ് എപ്പോഴാണ് കാണുന്നത്? ഞാൻ പറഞ്ഞില്ല, മിക്കവാറും രാത്രിയിലൊക്കെ ആയിരിക്കും ഇപ്പൊ കാണുന്നത് സാർ. ഞാൻ പറഞ്ഞില്ല, കണ്ണിന് അധികം സ്ട്രെയിൻ വരില്ല. വരയ്ക്കുമ്പോ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരണ്ടേ. അതുകൊണ്ട് ആദ്യത്തെ ഒറ്റ മൂച്ചിലെല്ലാം വന്നു. പകല് തന്നെ പണി കഴിഞ്ഞിട്ട് വന്ന് കുത്തിയിരുന്ന് കാണുമായിരുന്നു. പിന്നെയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച സെപ്റ്റംബറിൽ വരച്ചല്ലേ? സ്കൂളിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ പെയിന്റിങ് ചെയ്യാറില്ലേ? ഇപ്പൊ പെയിന്റിങ് ചെയ്യാറില്ല സത്യം പറഞ്ഞു. ഞാൻ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇത് നന്നായിട്ടുണ്ട്. ഇത് പിൻട്രസ്റ്റിൽ കണ്ടിട്ട് പോലെ വരച്ചത്. ഇത് എന്ത് പെയിന്റ്? ഇത് പെന്നും ഇതാണ് കളർ പെൻസില്. ഇടയ്ക്ക് കുറച്ച് ഔട്ട്ലൈൻ സ്കെച്ച് പെൻ ഇട്ടു. താഴെ വാലിന്റെ ഭാഗത്ത് കുറച്ച് സ്കെച്ച് പെൻ ഇട്ട് ഔട്ട്ലൈൻ. കോഴ്സ് എവിടെ എത്തി? A to Z കംപ്ലീറ്റ് ആയോ? A to Z കംപ്ലീറ്റ് ആയിട്ട് മറ്റേ അഡ്വാൻസ്ഡ് പോർട്രേറ്റ് അതിനകത്ത് ചാപ്റ്റർ 6 ടിൽറ്റഡ് ഡൗൺ ഉള്ള അതുവരെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിലോട്ട് കയറിയ സമയത്ത് ഞാൻ കാണിച്ചുതരാം, റിയൽ ആയിട്ട് കാണിച്ചുതരാം. ആദ്യമൊക്കെ വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, ഫേസ് വരയ്ക്കുമ്പോൾ കുറച്ച് ഷേപ്പ് ഡിഫറൻസുകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു ലാർജ് ആയിട്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഇതൊക്കെ കണ്ടോ? ഈ ഒരു ഭാഗത്ത് ഇത്തിരി നീളം കൂടുക, വലിപ്പം കൂടുക, അങ്ങനത്തെ വലിയ ഷേപ്പ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലൂടെ എത്തുന്ന സമയത്ത് ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒരു ടോട്ടൽ ഫേസിന്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തോ. നമുക്ക് ഇനി ഷെയ്ഡിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യാൻ മുമ്പ് ഇപ്പൊ പോർട്രേറ്റ് വരയ്ക്കണം എന്നല്ല ആഗ്രഹം പറഞ്ഞേ. അപ്പൊ നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിൽ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പോർട്രേറ്റ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതിൽ തന്നെ ആണെങ്കിലും ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ഒരുപാട് വലിയ ഡിഫറൻസ് ഇല്ല. ലിപ്പിന്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മൾ വരച്ചപ്പോൾ താഴത്തോട്ട് വളഞ്ഞു പോയി, അങ്ങനത്തെ കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. അത് നമ്മുടെ ആ മെത്തേഡൊക്കെ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും. അതിൽ ഒരുപാട് ടെൻഷൻ ഇല്ല. ഫേസിന്റെ ഓവറോൾ ഷേപ്പും എക്സ്പ്രഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? പുരികത്തിന്റെ ചെറിയൊരു ഡയറക്ഷൻ ഡിഫറൻസ്, ലിപ്പിന്റെ ഡയറക്ഷൻ ഡിഫറൻസ് ആണ്. അപ്പൊ അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. പിന്നെ നമ്മുടെ മെഷർമെന്റ് കറക്ഷൻ കൊണ്ടൊരു ചാപ്റ്റർ ഉണ്ടല്ലോ കോഴ്സിന്റെ അകത്ത്, അത് കൂടുതലായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോളും. എന്നിട്ട് നമ്മുടെ ഗോൾ ഇപ്പൊ ഒന്ന് എഴുതി വെച്ചു. നമ്മുടെ ഗോൾ ഇപ്പൊ സെറ്റ് ചെയ്യേണ്ടത് ഒരു ഫോട്ടോ കണ്ടാല് അതേപോലെ ഔട്ട്ലൈൻ പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റണം. പോർട്രേറ്റിന്റെ കൺഫ്യൂഷൻ ആക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം പോകാനായിട്ട്. ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കാൻ പറ്റണം.
നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് പേപ്പറിലോട്ട് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം ഉം. നമുക്ക് ഷെയ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ആ, ശരി അത് ശരി. ഞാൻ പറഞ്ഞുതരാം. ഷെയ്ഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ ഉം. ഡയറക്റ്റ് ആയിട്ട് പോർട്രേറ്റിംഗ് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനേക്കാളും നല്ലത് ആ ഇതേപോലെ ഒബ്ജക്ട് ഡ്രോയിങ് ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതേപോലത്തെ ക്ലോത്ത് ഷെയ്ഡിങ്, ആ ആ ഇങ്ങനത്തെ ഒബ്ജക്ട് ഡ്രോയിങ് പ്രാക്ടീസ് ആണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക്. ആ ആ, ശരി ശരി. ഉം. അതിൽ ഇപ്പോൾ ഒരു ലെയർ അല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ, അതിൽ ആ 2-3 ലെയർ ഷെയ്ഡ് ചെയ്ത് കുറച്ചും കൂടി ആ റിയലിസ്റ്റിക് ആക്കി ഒബ്ജക്റ്റ് ഷെയ്ഡ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുക. ആ. എന്നിട്ട് പോർട്രേറ്റ് ഷെയ്ഡിങ്ങിലോട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഉം. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ, ആ. ബെറ്റർ ഒബ്ജക്ട് ആയിരിക്കും. ഡ്രോയിങ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഫേസിന്റെ ഔട്ട്ലൈൻ കറക്റ്റ് ഔട്ട്ലൈൻ. ആക്കുക. ഫേസ് ആ കട്ട് വരുന്ന രീതിയിൽ ഔട്ട്ലൈൻ അത് നമ്മുടെ പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും റെഡി ആവും. അതിൽ നമുക്ക് ആ വേറെ ഒന്നും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ആ അത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് വീണ്ടും എടുക്കുക. അതിൽ പറയുന്ന ഷെയ്ഡിങ്ങിന്റെ ക്ലാസ് ഉണ്ടല്ലോ, ആ ഇത് ചെയ്ത മെത്തേഡ് എല്ലാം കറക്റ്റാ. 2-3 ലെയറും കൂടി ചെയ്യാനുണ്ട് ഷെയ്ഡിങ്. ആ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് നല്ല ആ. റിയൽ ഒബ്ജക്റ്റുകൾ ആ, നോക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ടൈം എടുക്കുന്ന, എനിക്ക് തീരണം എന്നുള്ള ഇതില് സമയം എടുക്കുന്ന കുറച്ച് അത് കുറ- എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഞാൻ അത് ക്ലാരിറ്റി വരുത്തി തരാം. ഒരുപാട് സ്റ്റുഡൻസിനുണ്ട് പെട്ടെന്ന് ആ തീരണം എന്നുള്ളൊരു രീതി. അത് അത് നല്ലതാണ്, അത് മോശം എന്ന് പറയുന്നില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈമിന്റെ അകത്ത് കുറേ ചിത്രങ്ങൾ വരും. പോർട്രേറ്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈമിന്റെ അകത്ത് കുറേ പോർട്രേറ്റ് വരും. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ പ്രാക്ടീസ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണം. അപ്പം അതിനായിട്ട് 2-3 ദിവസമൊക്കെ എടുത്ത്, ചിലർ മാസങ്ങൾ എടുക്കും, ചിലർ ആ. വർഷങ്ങൾ എടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ 2-3 ദിവസമൊക്കെ ഫേസ്ബുക്കിൽ എടുത്ത് ചിലതൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് അത്രയും സമയം എടുക്കുന്നു. എനിക്കാണ് ഒരു ദിവസം ഒരു പടം ഇങ്ങനെ വരച്ച് തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്തു തുടങ്ങി. കുഴപ്പമില്ല, പ്രാക്ടീസിന്റെ ടൈമിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ആ പ്രാക്ടീസ് തീരുമ്പോൾ നമുക്കൊന്ന് റിസൾട്ട് കാണിക്കാനായിട്ട് പ്രാക്ടീസ് ആ ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് അറിയണമല്ലോ. ആ അപ്പോൾ ആ കുറച്ചൊന്ന് ടൈം എടുക്കും. ഞാൻ കുറേ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ സ്റ്റുഡൻസിന്റെ വർക്ക് ഇപ്പോൾ പാറ്റേൺ മാറുന്നത്. കുറേ ആ പേര് 1 മാസം 2 മാസം ടൈം ഒരു ചിത്രത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് വരയ്ക്കാൻ പോകുന്നത്. ആ അപ്പം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഷെയ്ഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രാക്ടീസ് ആ കഴിയുമ്പോൾ നല്ലൊരു റെഫറൻസ് പിക്ചർ എടുക്കുക. അതും ഞാൻ കാണിച്ചു അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. പിൻട്രസ്റ്റിൽ കാണിച്ചു തരാം. കുറച്ചധികം ഷെയ്ഡുള്ള ആ നല്ലൊരു ചിത്രം ഇതേപോലത്തെ ഒക്കെ ഇത്രയധികം ഷെയ്ഡ് ഡിഫറെന്റ് ടോണുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയും. ലൈറ്റ് ആൻഡ് ഷാഡോ തമ്മിൽ ഡിഫറൻസ് ഉള്ള കണ്ടോ, ഡാർക്ക് ആ. നല്ല ഡാർക്ക് ആയിരിക്കും, ലൈറ്റ് നല്ല ലൈറ്റ് ആയിരിക്കും. അങ്ങനത്തെ ചിത്രങ്ങൾ എടുത്തിട്ട് അത് ഇത് ഒരു ദിവസം കൊണ്ട് തീരില്ല, ഒറ്റ സിറ്റിങ്ങിൽ തീരില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇഷ്ടമുള്ള പോലെ ടൈം എടുക്കാം. ഇതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കാം. അപ്പം നമ്മൾ പഠിച്ചൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പഠിച്ച ആ, എല്ലാ മെത്തേഡും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ, നല്ല കോൺഫിഡൻസും കിട്ടും. ആ, ശരി. എന്നിട്ട് പോർട്രേറ്റ് ഷെയ്ഡിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തീരും. കാരണം ഓൾറെഡി നമ്മൾ ഔട്ട്ലൈൻ കറക്റ്റ് ആയിട്ട് സ്കെച്ച് ഇടാൻ പഠിച്ചു. പിന്നെ ഉം, ഇതേപോലത്തെ അനിമൽസും ഇഷ്ടമുള്ള ടോപ്പിക് കേട്ടോ, ഒബ്ജക്ട് ഡ്രോയിങ് ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത്, ബേർഡ് ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത്, അനിമൽ ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് ഉം, ആദ്യം സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ആകാം. എന്നിട്ട് ഉം, പോർട്രേറ്റിലോട്ട് മാറിക്കോളും. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. ആ, റിയലിസ്റ്റിക് ഡ്രോയിങ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നല്ലൊരു എക്സാമ്പിളാണ്. ഇത് നോക്കി ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. പാരൽ ഹാച്ചിങ് ആണ്. ആ, ഇൻറ്റൻഡിങ് ചിലപ്പോൾ ഹെയറിൻ്റെ അവിടെ ചെയ്തിട്ട് ഇതിൽ ഇൻറ്റൻഡിങ് ചെയ്തിട്ടില്ല കേട്ടോ. പാരൽ ഉം, ഹാച്ചിങ് മാത്രമേ ഉള്ളൂ. പഠിച്ച മെത്തേഡ് തന്നെയാണ്. പിന്നെ ഉം. ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നപ്പോൾ? ഞാൻ മറ്റേ പെൻസിലെല്ലാം HB 8B 4B 6B അങ്ങനെ HB, പിന്നെ ഇത് ഇയർബഡ്സ് വെക്കും. earbuds വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യാനല്ലേ? വാങ്ങിച്ചു. ഓക്കെ. ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യണ്ട, ടൂൾസ് സെയിം തന്നെ യൂസ് ചെയ്തു. ഉം, എന്നിട്ട് ഉം, പെയിന്റിങ്ങും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പെയിന്റിങ് നിർത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉം, നാൾ കഴിഞ്ഞ് വീണ്ടും പെയിന്റിങ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഉം. അപ്പോൾ പെയിന്റിങ് ഇഷ്ടമുള്ളവർ എപ്പോഴെങ്കിലുമൊക്കെ ഇടയിൽ കൂടെ ഒരു പെയിന്റിങ്ങിലും ചെയ്യണം എന്ന് പറയാറുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിലും ഞാൻ കൂടുതൽ ഡ്രോയിങ് ആണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ഞാൻ പെയിന്റിങ് ചെയ്യും, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു സാറിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ ഒന്നുപോലെ ഇവിടെ വെച്ചിരുന്നു എടുത്തിട്ട്, എന്നിട്ട് പിന്നെ അതൊക്കെ മടക്കി റോൾ ചെയ്ത് വെച്ച് ക്യാൻവാസ് ഒക്കെ മടക്കി വെച്ച് പകുതിയാക്കിയ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അത് ചെയ്യണം എന്ന് വിചാരിച്ചു, പിന്നെയും വേണ്ട. എനിക്ക് ലാൻഡ്സ്കേപ്പ് കുറച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, പെയിന്റിങ്. മറ്റേതൊക്കെയാണ് കുറച്ചൊക്കെ ഇതാണ്. ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. പിന്നെ അതിനെ മടക്കി വെച്ചു. സാറിന്റെ ക്ലാസ് ആയപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് കയറിയപ്പോൾ മറ്റൊക്കെ ഞാൻ വിട്ടു. അപ്പൊ ഇനി അത് ചെയ്യാം, അതെടുത്ത് ടെൻഷൻ ഒന്നും, ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ ധൃതി പിടിക്കണ്ട. ലൈഫ് ടൈം ആക്സസ് ഉള്ള ക്ലാസ് ആണ്. ആ അപ്പോൾ ധൃതി ഒന്നും പിടിക്കണ്ട. പെയിന്റിങ് ചെയ്യേണ്ട കാര്യം ഒരു ടിപ്പ് പറഞ്ഞുതരാം. ആ അപ്പം മടക്കി വെച്ച് പെയിന്റിങ് ഓപ്പൺ ആക്കിയിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കുക. നമ്മൾ കാണുന്ന സ്ഥലത്ത് എടുത്തു വെക്കുക. പെയിന്റിങ്ങിന്റെ ഇപ്പൊ കണ്ട എന്റെ ടേബിളിന്റെ മുകളിൽ ടൂൾ ഇരിക്കുന്നുണ്ട് പെയിന്റിങ്ങിന്റെ.
ആ പേപ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബ്രഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നും, അതങ്ങനെ ചെയ്യാൻ തോന്നണം. മടക്കി ഉം. വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ കണ്ണിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെൻസിൽ ഡ്രോയിങ് എന്ന് പറയുന്നത് ഒത്തിരി സ്ട്രെയിൻ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് പെയിന്റിങ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പെയിന്റിങ് വിട്ടുകളായിരുന്നു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഉം. വേറെ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ചോദിക്കാനുണ്ടോ എൻ്റെ അടുത്ത്? വേറെ ഈ ഷെയ്ഡിങ്ങിന്റെ മാത്രമാണ് ഇമ്പ്രൂവ്. അത് സാറ് പറഞ്ഞ ഇങ്ങനത്തെ പടം എടുത്ത് റിയലിസ്റ്റിക് ഫോട്ടോസ് എടുത്ത് ചെയ്ത് തുടങ്ങാം. പിന്നെ വേറെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുടഞ്ഞിട്ടാണോ അല്ലേ അത് സംശയമായിട്ടൊന്നുമില്ല. ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് സെയിം പാറ്റേണിൽ കുട്ടിയെ പോലെ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ സാറിന്റെ ക്ലാസ് അങ്ങനെ ശ്രദ്ധിച്ച് പോവാൻ, നോട്ടൊക്കെ കറക്റ്റായിട്ട് വെച്ച് ലൈനൊക്കെ ഇട്ട് കറക്റ്റായിട്ട് എഴുതി അത് പിന്നെ ഒന്ന് മറിച്ച് നോക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുടാഞ്ഞിട്ടാണോ അധികം വലിയ സംശയമില്ല, സാറ് പറയണ പോലെ അങ്ങ് ചെയ്തു പോകുന്ന അത്രേ ഉള്ളൂ. കറക്റ്റ് ട്രാക്കിലാണ്. അതായത് എൻ്റെ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ടു എൻഡ് കൃത്യമായിട്ടുള്ള സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് യാതൊരു ഡയറക്ഷൻ ഇല്ലെങ്കിലും ഞാൻ ഡയറക്റ്റ് ചെയ്യും. ഇപ്പൊ ഈ 1:1 വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ 1:1 ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, നമ്മൾ സ്റ്റക്ക് ആവും. നമ്മൾ ചിലപ്പോൾ റെഫറൻസ് പിക്ചർ അപ്ഗ്രേഡ് ചെയ്യാൻ മറന്നു, സെയിം പിക്ചർ തന്നെ, സെയിം കാർട്ടൂൺ പോലത്തെ പിക്ചർ തന്നെ റിപ്പീറ്റഡ്ലി വരച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരില്ല. അത് ശരിയാണ് സാർ, ഓരോ സ്റ്റേജിലും മാറി മാറി നമ്മുടെ ലെവല് കൂട്ടാനനുസരിച്ചിട്ട് സാർ അത് തരുന്നുണ്ട്. അതെനിക്ക് ഈ പടങ്ങൾ തന്നെ മറ്റേ ഫിലിം ആക്ടേഴ്സിന്റെ എനിക്ക് ആദ്യം ഭയങ്കര ക്രേസ്, അവരെ വരയ്ക്കും. പക്ഷെ ആ ഒരു എത്താൻ വേണ്ടി കുറെ ഇതിൽ വന്നിട്ട് അവിടെ എത്തിയപ്പോ ഒരു സന്തോഷമായി. അപ്പൊ ഇത് ശരിക്കും കറക്റ്റ് ട്രാക്കാണ്. ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് ബാക്കി ഗ്രൂപ്പിലെ മെമ്പേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട് ചിത്രങ്ങൾ വരച്ചിടുമ്പോൾ? എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലര് നല്ല സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഈ സാറ് പറഞ്ഞല്ലേ ഷേപ്പ് ശരിയായില്ല, കണ്ണ് ശരിയായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലര് പറയുന്നത് ഇനി 60% ഒക്കെ ആകുമ്പോൾ അല്ലാതെ ഒബ്ജക്റ്റ് നോക്കി വരച്ചു നോക്കൂ എന്നൊക്കെ കമന്റ് ചെയ്യുന്നു. നല്ല സജഷൻസ് വരുന്നുണ്ട്. പിന്നെ ഓവറോൾ എല്ലാവരും നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ തരും. ചിലര് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പിയാവും. നമുക്ക് അറിഞ്ഞൂടാത്ത ചപ്പോഴായിരിക്കും ശരിയാണ് കണ്ണ് ശരിയല്ല അവര് ആ കമന്റ് കാണുമ്പോഴാണ് ഞാൻ ഒന്നുകൂടെ അത് ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നമുക്ക് അത്രയ്ക്കൊന്നും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. വരച്ചു ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ആ സജഷൻ എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് വേറൊരാൾക്ക് അത്രയ്ക്ക് പറയാനുള്ള ഒരു ഇതിലായിട്ട് ഞാൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ അത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മുടെ സപ്പോർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് തിരുത്തി തരുന്ന ആൾക്കാരുണ്ടാവും, മിസ്റ്റേക്ക് മാത്രം പറയുന്ന ആൾക്കാരുണ്ടാവും, കമന്റ് മാത്രം ചെയ്യുന്ന, ലൈക്ക് മാത്രം ചെയ്യുന്ന. അപ്പൊ അതാണ് ഈ സിസ്റ്റം. അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. അപ്പോൾ മിസ്റ്റേക്ക് മാത്രം പറയുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നം അവിടെ. പക്ഷെ അത് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ആൾക്കാരുണ്ട്. പോലുള്ള ആളാണ് ഭയങ്കര ഒരു വിഷമമാകുമല്ലോ. അങ്ങനെ അല്ല പറയുന്നത്. അങ്ങനെ എനിക്ക് ആരെയും ഫീൽ ചെയ്തിട്ടില്ല അതുവരെ. എല്ലാരും നല്ല അഭിപ്രായമൊക്കെ പറയും, സജഷൻ തരുന്ന ഭയങ്കര. ഫസൽ റഹ്മാൻ എന്നൊക്കെ പറയുന്ന അവരൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ആളാണ് എന്റെ കണ്ണിൽ നോക്കുമ്പോ. പുള്ളിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു കമന്റ് ഒക്കെ ഇട്ടാൽ ഞാൻ വലിയ ഹാപ്പിയാണ്. ചിലരൊക്കെ ഈ പറഞ്ഞത് തെറ്റുന്ന ഭാഗം പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യും. അതും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം വരയ്ക്കുമ്പോ കണ്ണിന്റെ പൊസിഷൻ നോക്കണം എന്ന് ശ്രദ്ധിക്കും. ചുണ്ടിന്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും സപ്പോർട്ടീവായിട്ട് തോന്നുന്നു. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വീക്കിലി മീറ്റിംഗ് എങ്ങനെയുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ്? വീക്കിലി മീറ്റിംഗ് എനിക്ക് മിസ് ചെയ്യുന്നത് ഇഷ്ടമേ ഇല്ല സാറേ. എനിക്ക് 1-2 പ്രാവശ്യം ഒരിക്കൽ ഒരു ഫംഗ്ഷന് വേണ്ടി തൃശ്ശൂർ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ 2 ദിവസമൊക്കെയാണ് ഞാൻ മിസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒന്നുമില്ല, കേട്ടോണ്ടിരിക്കാൻ തന്നെ ഇഷ്ടമാണ്. സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന, അതുപോലെ ഓരോ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടല്ലോ. പിന്നെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടുമായിരിക്കും. വേറെ നമ്മൾ അറിയാത്തത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് വീക്ക്ലി മീറ്റിംഗ് ഞാൻ മിസ് ചെയ്യാറേ ഇല്ല. എങ്ങനെയെങ്കിലും അത് ആകെ 2 ക്ലാസ്സാണ് എനിക്ക് പോയത്. കറക്റ്റായിട്ട് വരും. കൂടെ സാറ് വരയ്ക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ നോക്കി അപ്പൊ തന്നെ ഞാൻ അതങ്ങ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ കൂടെ വരച്ചിട്ട് അത്രയ്ക്ക് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറയുന്ന ഓരോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ്. എന്നെ പോലെ കുറച്ച് ഇൻട്രോവേർട്ട് ആൾക്കാര്, പിന്നെ കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് സാറിന്റെ ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്.
ചിത്രം വരയ്ക്കുന്നതിൽ ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ ചിത്രം വരയ്ക്കുന്നതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേര് ഇൻട്രോവേർട്ട് ആണ്. കാരണം ഇൻട്രോവേർട്ട് ആയ മാത്രമേ നമുക്കൊരു സ്ഥലത്ത് കുറെ നേരം ഇരിക്കാനും ആരുടെ മിണ്ടാതിരുന്ന് റിലാക്സ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കുള്ളൂ എന്നാണ് വേറെ സത്യം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭയങ്കര അറ്റത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ കണക്ഷൻ ഒക്കെ വിട്ടുപോയിട്ട് നമ്മുടെ ചിത്രത്തിനെ കുറിച്ച് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചിത്രത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതാണ് മെയിൻ കാര്യം. എന്നാൽ മാത്രമേ നമുക്കൊരു വിസിബിലിറ്റി കിട്ടുള്ളൂ. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എൻ്റെ ആദ്യത്തെ ഗോൾ ഇതായിരുന്നു. ആരൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടോ അവരെ കൊണ്ടൊക്കെ ഞാൻ സംസാരിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ വീക്കിലി മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 1-to-1 ആയിട്ട് എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് സംസാരിക്കുന്നില്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ലെവലിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് നെക്സ്റ്റ് ചോദിക്കാനുള്ളത്, നമുക്ക് ഞാൻ ഇപ്പോൾ 1-to-1 ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും അടുത്ത ഒരു വർഷത്തെ ഗോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഗോൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അടുത്തൊരു വർഷം, അടുത്തൊരു 12 മാസം എന്തെങ്കിലും ആർട്ടിൽ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ കുറച്ച് സ്റ്റുഡൻസ് കഴിഞ്ഞതിൽ പറഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു സ്റ്റുഡന്റ് ആദ്യം പറഞ്ഞത് ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. ഒരു എക്സിബിഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞത് 3 ക്യാൻവാസ് പെയിന്റിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞത് വീണ്ടും ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞത് റിയലിസ്റ്റിക് ഡ്രോയിങ് പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കണം, ഫാമിലി ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഗോൾ എന്തായിരിക്കും? അടുത്തൊരു വർഷം നമ്മുടെ അടുത്തുണ്ട്, ആർട്ട് അപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, ക്ലാസ് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും, സ്റ്റുഡൻസും എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് വെച്ചിട്ട് അടുത്തൊരു വർഷം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം എന്താണ്? എനിക്ക് പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാം പോർട്രേറ്റ് വരയ്ക്കണം. എത്ര ഫാമിലി മെമ്പേഴ്സിന്? ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. ഹസ്ബൻഡ്, 2 മക്കൾ, ആൺകുട്ടികള്, 3 പേരക്കുട്ടികൾ. പേരക്കുട്ടികൾക്ക് എത്ര വയസ്സുണ്ട്? മൂത്ത ആൾക്ക് 8 വയസ്സ്, മറ്റേ ആൾക്ക് 5 വയസ്സ്, കുഞ്ഞാൾക്ക് 3 വയസ്സ്. 3 പേര്. പിന്നെ ഡോട്ടർ ഇൻ ലോസിന്റെ വരയ്ക്കാം. അവരുടെ എനിക്ക് അതും വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്കൊരു ഗോളായിട്ട് തന്നെ സെറ്റ് ചെയ്തോ. ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ പോർട്രേറ്റ്. ഇപ്പൊ 1, 2, 3, 4, 5, 6 പേരുടെ പോർട്രേറ്റ് ആദ്യം നമുക്ക് 6 പേരെ കംപ്ലീറ്റ് ആക്കാം. അതിൽ ആദ്യം ഹസ്ബൻഡിന്റെ തന്നെ വരയ്ക്കാം. പുള്ളിയുടെ കംപ്ലൈന്റ് അങ്ങ് മാറ്റാം. ഇന്നലെ കൂടെ പറഞ്ഞു, നീ വരയ്ക്കൂ, ഇതൊക്കെ കാണിച്ചിട്ട് നീ എന്നെ വരയ്ക്കൂ, നീ എന്നെ എപ്പോഴും കാണുന്നതല്ല, എന്നെ വരയ്ക്കൂ എന്ന് പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചലഞ്ചാണ് കേട്ടോ. അപ്പം ഒരു വർഷം എനിക്ക് തരുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊക്കെ വരയ്ക്കുന്നുണ്ടോന്ന്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണം, വാട്സപ്പിൽ പറയണം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ അത് കോൺഫിഡൻസ് കിട്ടുമ്പോൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോർട്രേറ്റ് പ്രാക്ടീസ് ചെയ്ത് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് തോന്നും എനിക്ക് വരയ്ക്കാൻ കോൺഫിഡന്റ് ആയെന്ന് തോന്നുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ അടുത്ത് പറയാം. അപ്പൊ ഞാൻ വീക്കിലി മീറ്റിനോട് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കാം, വർക്കൊക്കെ കാണിക്കാൻ പറയാം, എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ തരാം. യെസ്. വേറെ എന്താണ്? ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാനായിട്ട്, പുതിയ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇപ്പൊ പുറമേ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന പുതിയൊരാളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്ന ഒരാളാണല്ലോ, എന്തൊക്കെ സജഷൻസ് കൊടുക്കാനുള്ള, എന്തൊക്കെയാ പറയാനുള്ള? ഏറ്റവും ആദ്യമായിട്ട് ഇത് തന്നെ സാറിനെ തന്നെ സെലക്ട് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് സാറ് നഴ്സറി LKG തൊട്ട് അങ്ങ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ലെവലിൽ സാറിന്റെ ക്ലാസ് പോകുന്നുണ്ട്. ഗ്രാജുവൽ സ്റ്റെപ്പിൽ നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കില്ലും, ഔട്ട്ലൈൻ വരച്ച് തുടങ്ങുന്ന തൊട്ട് ഷെയ്ഡിങ്ങിന്റെയും എല്ലാ ലെവലിലും നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ പോകാൻ, പ്രത്യേകിച്ച് കുറച്ച് കുട്ടികളെ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ഒരു 10-20 വയസ്സാകുമ്പോഴേക്കും വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആക്കാം. അത്രയ്ക്കും നല്ലതായിട്ടുള്ളൊരു ഇതാണ് സാറിന്റെ ക്ലാസ്. സാറിന്റെ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിട്ട്. നമുക്ക് ചിലപ്പോൾ വരയ്ക്കുമ്പോൾ സംശയമൊക്കെ തോന്നുമ്പോൾ അതെടുത്ത് നോക്കുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്നത്. ഷെയ്ഡിങ് അത് തന്നെ അതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ കുറെ പ്രാവശ്യം അത് വരച്ചിട്ടുണ്ട്. അത് ഷെയ്ഡിങ് കുറെ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സാറിന്റെ ക്ലാസ് കണ്ട് അതുപോലെ നമ്മൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് 100% നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവുമെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഏത് കുട്ടിയുടെ ആര് ചേർന്നാലും അത് ഞാൻ പറയാം. ഞാൻ എൻ്റെ കുട്ടിയോടൊന്നും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് ഇതുപോലെ ടൈം ഡിവോട്ട് ചെയ്യണം, അല്ലാണ്ട് വെറുതെ ഒരു ഇതായിട്ട് പറ്റില്ല. സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം അറ്റം വരെയുള്ള ലെവലിൽ പോകാൻ പറ്റും.
അതാണ് എനിക്ക് സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. എല്ലാരും ധൈര്യമായിട്ട് ഒന്നും സെക്കൻഡ് തോട്ടൊന്നും വേണ്ട, അപ്പൊ തന്നെ ചെയ്ത്. അതുപോലെ ലൈഫ് ടൈം ഇതാണ്, എത്ര നാള് വേണമെങ്കിൽ നമുക്കിത് കാണാം. അത് ഏറ്റവും വലിയൊരു പോയിന്റാണ്. ഇപ്പൊ ഞാനൊക്കെ വേറൊരു ക്ലാസ്സിൽ പോയപ്പം മന്ത്ലി ഫീ ആണ്, അത് വീക്ക്ലി വൺസ് ആണ്. അപ്പൊ എത്ര കുറച്ച് സമയത്താണ് നമ്മൾ ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നത്. സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് അത് അന്ന് സ്പെൻഡ് ചെയ്ത് അന്നേ ഈ സാറിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഇല്ല, ഇമ്പ്രൂവ് അന്നേ ചെയ്ത്. കണ്ടിട്ട് കാര്യമില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ ക്ലാസ് ഇത് റിഫൈൻ ചെയ്തെടുത്തൊരു ക്ലാസ്സാണ്. ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ആയിരുന്നില്ല, പാറ്റേൺ ഇങ്ങനെ ആയിരുന്നില്ല. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വീക്ക്ലി മീറ്റിംഗ് മാത്രമായിട്ട് ഞാൻ ഫീസ് വാങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു. ഡൗട്ട് ക്ലിയറിംഗ്, വാട്സാപ്പ് സപ്പോർട്ട് മാത്രം ഫീസ് വാങ്ങിച്ചിട്ട്, റെക്കോർഡ് ക്ലാസ് മാത്രം ഫീസ് വാങ്ങിച്ചിട്ട്, അങ്ങനെ സെപ്പറേറ്റ് 2 മാസത്തെ ക്ലാസ്, 20 ദിവസത്തെ ക്ലാസ്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും എങ്ങനെയായിരുന്നു ക്ലാസ്സിനെ കുറിച്ച് നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഫീഡ്ബാക്കും പറയും. അപ്പം അങ്ങനെ സ്റ്റുഡൻസിൻ്റെ ഓരോ ഫീഡ്ബാക്ക് എടുത്ത് റിഫൈൻഡ് ആയിട്ട് ഞാനത് കൊണ്ടുവന്നത്. ഇപ്പോൾ ക്ലാസ്, ഇപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടുമായിട്ട് റിലേറ്റ് അല്ലാത്ത വെൽനെസ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം, മടി എങ്ങനെ മാറ്റാം. അപ്പോൾ ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ. ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് മടി ഉള്ളത് കൊണ്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വന്നു കഴിയുമ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാൻ മടി, പ്രാക്ടീസ് ചെയ്യാൻ മടി. അപ്പോൾ അതൊരു ഞാനൊരു കോഴ്സാക്കി മാറ്റി. മടിയുള്ളവർക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മടി മാറ്റാൻ പറ്റും. പിന്നെ ഒരു സമയത്ത് റെക്കോർഡർ കോഴ്സ് മാത്രമായിരുന്നു എനിക്ക്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണില്ല, ഞാനും സ്റ്റുഡൻസ് തമ്മിൽ കണക്ഷൻ വിട്ടുപോകും. അപ്പോഴാണ് നമ്മൾ വീക്ക്ലി മീറ്റിംഗ് കൊണ്ടുവന്നത്. വീക്ക്ലി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിർബന്ധമാക്കി. അപ്പോൾ കുറേ പേർക്ക് ഈ പറയുന്ന പോലെ സൺഡേ 8 മണിക്ക്, രാത്രി 8 മണിക്ക് ഫ്രീ അല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീക്ക്ലി മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ് അവൈലബിൾ ആക്കി. അങ്ങനെ സ്റ്റുഡൻസിന് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത്. പിന്നെ ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, മറ്റുള്ള സ്റ്റുഡൻസ് വരയ്ക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം സ്റ്റുഡൻസ് പറഞ്ഞു. അപ്പോൾ പ്രശ്നമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്, അത് അവരുടെ സജഷൻസ്, അത് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് അവരങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഞാൻ ഇമ്പ്രൂവ് ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് എടുക്കും, നല്ല സജഷൻ ആണെങ്കിൽ ഞാൻ എടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ടോട്ടൽ സിസ്റ്റം, എനിക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സക്സസ് ജേണിയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ണും പൂട്ടി അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ ഓരോ സമയത്തും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 2 മാസം സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് മാത്രം കേൾക്കാനാണ് ഞാൻ ഇരുന്ന് കൊടുത്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് സ്റ്റുഡൻസിന് എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന സമയത്ത് ഞാൻ 2 മാസം അതിന് ഫുള്ളായിട്ട് മാറ്റിവെച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീക്കിലി മീറ്റിങ്ങിൽ ശരിക്കും ഒരു 10-15 സ്റ്റുഡൻസ് ആയിരിക്കും ഞാനായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏകദേശം 200ഓളം സ്റ്റുഡൻസ് ലൈവായിട്ട് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ആ വീക്കിലി മീറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കോമൺ ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാളിപ്പോൾ രാജലക്ഷ്മി വരയ്ക്കുന്നത് വീക്കിലി മീറ്റിങ്ങിൽ ഞാൻ ഫീഡ്ബാക്ക് ഇതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കോമൺ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അതേപോലെ അതേ ലെവലിൽ വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നോട്ട്സ് എഴുതിയെടുക്കാം, നമ്മൾ പറയുന്ന പോയിന്റ്സ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഫീഡ്ബാക്ക് കൊടുക്കുന്ന വീക്കിലി മീറ്റിംഗ് വരുന്ന സമയത്ത് ഒരു 10-15 ഡിഫറെൻറ്റ് കാറ്റഗറി. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും, കുട്ടികളെ വിളിക്കാറുണ്ട്, ഒരുപാട് പ്രായമായിട്ടുള്ളവരെ, ജോലി ചെയ്യുന്നവരെ, ചെറുപ്പക്കാരികൾ, അങ്ങനെ ഒരു തെരഞ്ഞെടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കാറ്റഗറി, ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റം ആണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല, ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളായിട്ട് ഇതുപോലെ 1-to-1 ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഇൻപുട്ട് കിട്ടുന്നുണ്ട്. ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്നത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ക്ലാസ്സിലെല്ലാം വരും. ഞാൻ ഏതായാലും സാർ ഒരുപാട് പറഞ്ഞു. ഡ്രോ വിത്ത് സച്ചിൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു ഡ്രോയിങ്സ് പറഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോ സന്തോഷമായിട്ട് അത് വരച്ച് തീർക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഞാൻ കൂടുതൽ ചെയ്യാം. ഞാൻ ഷെയ്ഡിങ്ങിൻ്റെ കുറച്ച് പേർക്ക് ഇതുപോലെ ഷെയ്ഡിങ്ങിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഷെയ്ഡിങ്ങിൻ്റെ ലൈവ് ക്ലാസ്സും കൂടി നമ്മുടെ വീക്കിലി മീറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യാം. പ്ലാൻ ഉണ്ട്, ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിലബസ് എല്ലാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതെ, ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേൺ ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്? എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം അടി ഔട്ട്ലൈൻ വരയ്ക്കുക, പിന്നെ ഒബ്ജക്ട് ഡ്രോയിങ്, ഷെയ്ഡിങ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷെയ്ഡിങ് ഒബ്ജക്ട് ഡ്രോയിങ് എടുത്ത് ചെയ്യുക. അത് ചെയ്യുന്നു സാർ. ഇനി അടുത്തതാണ്. പിന്നെ കൂട്ടത്തിൽ പെയിന്റിങ്ങും കൂടെ ബാക്കി വെച്ചേക്കുന്ന ഒന്നും കൂടെ എടുത്ത് ചെയ്യാം. അതിനി പറഞ്ഞ വിട്ടുപോയാൽ എനിക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് വിട്ടുപോകരുത്. അതായത് പെയിന്റിങ് മെഡിറ്റേഷൻ പോലെയാണ്. ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി ഫോക്കസ്, പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന കാറ്റഗറി റിയലിസ്റ്റിക് ഡ്രോയിങ് ആണ്. അപ്പോൾ നമുക്കുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോ പോലെ വരയ്ക്കണം എന്നുള്ള കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഫോട്ടോ പോലെ അല്ലെങ്കിൽ നമുക്ക് വിഷമം വരും. പക്ഷെ പെയിന്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഫ്രീഡം ആണ്.
ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ കുറച്ചൊരു പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാലും ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആണെങ്കിൽ ഫ്രീഡം ആ, ഉണ്ടല്ലോ. ശരി ശരി. പെയിന്റിങ് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ പോലെ എടുത്താൽ മതി. നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റിങ് എന്നുള്ള ടൂൾ എടുത്തോളൂ, മിസ്സാക്കരുത്. പിന്നെ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഇനി മുതൽ പോസ്റ്റ് ചെയ്തോളൂ, ഇനി മാറ്റി വയ്ക്കേണ്ട. ശരി. എല്ലാം പോസ്റ്റ് ചെയ്തോളൂ. കാരണം ശരിക്കും ഞാൻ നേരത്തെ കാണിച്ച പ്രൊഫൈലില്ലേ, അതായത് നമ്മൾ വന്ന ടൈം മുതൽ ഉള്ള ചിത്രങ്ങൾ അതിൻ്റെ അകത്ത് കാണണം. ഇപ്പൊ നമ്മൾ വന്ന ടൈമിൽ എങ്ങനെ വരച്ചിരുന്നത്, ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് വരയ്ക്കുന്നത്, അപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്താണ് റിസൾട്ട് എന്നൊക്കെ നമുക്ക് വലിയൊരു ലേണിംഗ് ആണ്. അതും നല്ലതായിരിക്കും. സാർ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ നല്ല സാറേ, വളരെ താങ്ക്സ്. ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കുറേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി, കുറേ പ്രാക്ടീസ് ചെയ്ത്, കുറേ പഠിച്ച്, കുറേ ഇമ്പ്രൂവ്മെന്റ് വരുത്തി. ഞാൻ കുറേ ചെക്ക് ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാമിന് കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്തടുത്ത റിവാർഡുകൾ നമുക്കുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയാലോ. അപ്പോൾ അടുത്തത് അച്ചീവ് ചെയ്യുക. ഇനി ഞാനും കുറച്ചും കൂടി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും വരയ്ക്കുന്നതെല്ലാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെ അന്വേഷണം പറഞ്ഞോളൂ. പോർട്രേറ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാന്ന് പറഞ്ഞു. ശരി ശരി. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.